Praise the Lord. Hallelujah. Hallelujah. Stotram, stotram, stotram. Praise the Lord. Hallelujah. 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 നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവേ, നന്ദിയോട് സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ഈ പകൽക്കാലം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അനുഗ്രഹീതമായ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. റോസ് ഫാമിലി നടത്തുന്ന 17ാമത് ഓൺലൈൻ കൺവെൻഷന് 2ാമത്തെ പകൽക്കാലമാണ് നാം ഒരുമിച്ചായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി ദാസി പറഞ്ഞതുപോലെ തന്നെ തന്നേൽപ്പിക്കപ്പെട്ടവരിലൂടെ അനുഗ്രഹീതമായ നല്ല സന്ദേശം കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ 2ാമത്തെ പകൽക്കാലവും നമ്മുടെ കുറിവാക്യം നമുക്ക് ഈ 17ാമത് ഓൺലൈൻ കൺവെൻഷന് തെരഞ്ഞെടുക്കപ്പെട്ടിയ സന്ദേശം എന്ന് പറയുന്നത് കർത്താവിന്റെ കാൽവറി മരണം മുതൽ കൃപായുഗം വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചാണ്. ഇന്ന് പകൽക്കാലം ഇതിന് ചുക്കാൻ പിടിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ ദാസി റോസ്ലിൻ സുരേഷിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അത്യധികമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിന്റെ സുവിശേഷത്തിൽ സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ പകൽക്കാലം നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്തു നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. ഈ പകൽക്കാലം ദൈവവചനം പറയുന്നു, തിരുവെഴുത്തു നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. കാൽവരി മരണം മുതൽ കൃപായുഗത്തിന്റെ ഈ കാലഘട്ടം വരെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം, കാൽവരി മരണം മുതലുള്ള സംഭവങ്ങൾ, ഇന്നേ ദിവസം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും തിരുവെഴുത്തു നിവർത്തിയാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിലുപരി നമ്മുടെ ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സകല സംഭവങ്ങളും ദൈവിക തിരുവെഴുത്തിൽ നിവർത്തി വരാനുള്ള ചില സംഭവങ്ങളാ. മറിച്ചു പറഞ്ഞാൽ വേദപുസ്തകത്തിൽ എഴുതപ്പെടാത്തതായ ഒരു കാര്യവും ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, കാൽവരി മരണം മുതൽ കൃപായുഗം വരെയുള്ള സമയം എന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കാൽവരി മരണം മുതൽ കർത്താവിന്റെ രഹസ്യ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ് കൃപായുഗം എന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. എന്റെ യേശു കർത്താവിന്റെ മരണം മുതൽ, അതായത് അവൻ മരിച്ച് അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ ആ സമയം മുതൽ അവൻ എന്ന് പോയപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോയ പോലെ മടങ്ങി വരും. ആ മടങ്ങി വരവ് രഹസ്യത്തിലുള്ള ഒരു മടങ്ങി വരവും പരസ്യമായിട്ടുള്ള ഒരു മടങ്ങി വരവുമുണ്ട്. എന്നാൽ രഹസ്യമായിട്ടുള്ള മടങ്ങി വരവിന്റെ സമയം വരെയുള്ള കാലഘട്ടത്തെ നാം പറയുന്ന പേരാണ് കൃപായുഗം. എന്ന് പറഞ്ഞാൽ കൃപായുഗം എന്ന് അവസാനിക്കുമെന്നോ എന്നാണ് അതിന്റെ എത്ര നാൾ അതിന്റെ ദൈർഘ്യമുണ്ടെന്നോ നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. അത് അവന്റെ ഹൃദയത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്: തിരുവചനം നിവർത്തിയാകേണ്ടതിന്, അതിലെ തിരുവെഴുത്തു നിവർത്തിയാകേണ്ടതിന് സംഭവിച്ചതാണ് കാൽവരി മരണം.
ഏതു തിരുവെഴുത്തു നിവർത്തിയാകാൻ വേണ്ടിയാണ് കാൽവറി മരണം സംഭവിച്ചത്. തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: പാപങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിന്, പാപങ്ങളിൽ നിന്നും ജനത്തെ വിടുവിക്കേണ്ടതിന് ഒരുവൻ ജനിക്കും, അവന് യേശു എന്ന് പേരിടണമെന്ന് മത്തായിയുടെ സുവിശേഷം വ്യക്തമായി പറയുന്നു. ഈ തിരുവെഴുത്ത് നിവർത്തിയാകുന്നതാണ് കാൽവറിയിലെ ക്രൂശു മരണത്തിൽ. ഞാൻ പറയാം, പാപങ്ങളിൽ നിന്നും രക്ഷിക്കേണ്ടതിന്, പാപത്തിന്റെ മോഹങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന്, അല്ലെങ്കിൽ അകൃത്യങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഒരുവൻ ഭൂജാതനാകുമെന്ന് പറയുമ്പോൾ നാം പറയാം, നമ്മൾ എല്ലാവരും പ്രസംഗിക്കപ്പെടുന്ന ചില വാക്യങ്ങളാണ്. സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി പരമയാഗമായി തീർന്ന യേശുവിനെ കുറിച്ച് ഈ സന്ദേശത്തെ പൂർത്തീകരിക്കുന്ന ഒരു വാചകമായത്. സകല മനുഷ്യരെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട യേശു, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ പരിഹാരത്തിനായി തിരുവെഴുത്തിൽ എങ്ങനെ ഇങ്ങനെ ക്രൂശീകരണം നിവർത്തിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. തിരുവചനം വ്യക്തമായി പറയുന്നു, രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനം ഇല്ല. പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, അകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, ഒരു വിമോചനം ഉണ്ടാകണമെങ്കിൽ തിരുവചനം വ്യക്തമായി പറയുന്നു, ഒരുവൻ രക്തം ചൊരിഞ്ഞെങ്കിലേ സാധ്യമാകുള്ളൂ. ഒരുവൻ രക്തം ചൊരിഞ്ഞ, ഇങ്ങനെയാ ഞാൻ ആ വാക്യത്തെ ഇങ്ങനെ വിവേചിക്കുവാൻ ആഗ്രഹിക്കുന്നു. പാപങ്ങളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തുവാൻ, സ്വന്തം രക്തം ചൊരിയുവാൻ ഒരുവൻ വരും, അവന് യേശു എന്ന് പേരിടണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തിരുവെഴുത്തു നിവർത്തിയാകാനാണ് തിരുവചനം പറയുന്നത്. കാൽവറി എന്ന സ്ഥലത്ത് ഒരുവൻ തന്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജനനം മുതൽ കാൽവറി മരണം, അതായത് നമ്മുടെ പ്രധാന വിഷയം കാൽവറി മരണം എന്നതാ. കൃപായുഗത്തെ നമുക്ക് വിവേചിക്കാൻ കഴിയത്തില്ല, കൃപായുഗത്തെ നമുക്ക് വിശദീകരണം കൊടുക്കാൻ കഴിയത്തില്ല, കൃപായുഗത്തിനൊരു പരിധിയിടാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ കാൽവറി മരണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. കാൽവറി മരണം എന്നത് നമ്മൾ എല്ലാവരും ഗ്രഹിക്കേണ്ട ഒരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കാൽവറിയിൽ യേശു കർത്താവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് താൻ കടന്നുപോയ കാൽവറി മരണത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട 3 സ്ഥലങ്ങളെ കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാൽവറി മരണത്തെ ആസ്പദമാക്കി പറയുന്ന 3 സ്ഥലങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലമാണ് ഗത്സമന. പ്രൈസ് ദി ലോർഡ്. ഗത്സമന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു കർത്താവിന്റെ മരണത്തോട്, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ നിയോഗത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രാരംഭത്തിൽ താനായ ആ സ്ഥലത്തിന്റെ പേരാണ് ഗത്സമന. പ്രൈസ് ദി ലോർഡ്. 33 തിരുവയസ്സു വരെയും യേശു കർത്താവ് കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ 33 തിരുവയസ്സിൽ ആ വയസ്സ് അവസാനിക്കുന്ന 33 എന്ന് പറയുന്ന ആ സമയത്തിനകത്ത് തന്റെ ജീവിതത്തിലെ നിയോഗം പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് തൊട്ടു മുമ്പ് വരെയും താൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, താൻ ഒരുപാട് അടയാളങ്ങൾ ചെയ്തു. യേശുവിന്റെ നീണ്ട അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മളിൽ പലരും നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമുക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ഈ വാഗ്ദത്തങ്ങളെയൊക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അവന്റെ നിയോഗം പൂർത്തീകരിക്കപ്പെട്ടത് യേശു എന്ന പേര് കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന സ്വർഗത്തിലെ പിതാവിന്റെ നല്ല പുത്രനായവനെ നിയോഗം പൂർത്തീകരിച്ചത് ആ 3 തിരുവയസ്സിന്റെ അവസാന നാഴികയിലാണ്. ആ നാഴികയിലെ ഒന്നാമത്തെ സ്ഥലത്തിന്റെ പേരാണ് ഗത്സമന. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത് യൂദ, ഒറ്റിക്കൊടുത്തവരുടെ നടുവിലേക്ക് യേശുവിനെ പിടിക്കാൻ വരുന്ന ആ സമയം അടുത്തു വരുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാ, നമുക്ക് എവിടേക്ക് പോകാം? ഗത്സമനയിലേക്ക് പോയിട്ട്
താൻ ദൈവ സന്നിധാനത്തിൽ തന്റെ രക്തത്തുള്ളികൾ, പ്രൈസ് ദി ലോർഡ്, തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ഭൂമിയിൽ പതിച്ച ഒരു പ്രാർത്ഥനയുടെ കാലഘട്ടം, പ്രൈസ് ദി ലോർഡ്, ഒരു പ്രാർത്ഥനയുടെ സാഹചര്യം ഉണ്ടായ ഒരു സ്ഥലമാണ് കാൽവറി എന്ന ആ മരണത്തെ കുറിച്ച് നാം എല്ലാവരും, എനിക്ക് ദൈവം തന്നെ ഒരു വെളിപ്പാട് ഞാൻ പറയുന്നത്. കാൽവറിയിലെ മരണമെന്ന് നാം കേൾക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണാൻ ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ മാത്രം മൈൻഡിൽ കൊണ്ടുവരുന്ന ഒരു ക്രിസ്തീയ ജീവിതമാവരുത് നമ്മുടേത്. പ്രൈസ് ദി ലോർഡ്. കാൽവറി എന്ന വാക്കു കേൾക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ അകത്തേക്ക് ഓടി വരണ്ട ഒന്നാമത്തെ വാക്കെന്ന് പറഞ്ഞാൽ ഗത്സമന എന്ന വേട. എന്താ? പ്രാർത്ഥനയാൽ നിലമ്പാട് വീണ ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാൽ നിലമ്പാട് വീണ ഒരു അനുഭവം. തന്റെ വിയർപ്പ് തുള്ളികൾ, ഞാൻ പറയാൻ, ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചൂട് അധികമാകും. നമ്മളെല്ലാവരും പറയും വിയർത്ത് 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 എനിക്ക് സഹിക്കാൻ വയ്യ. എന്നാൽ അതിനേക്കാളും വലിയൊരു സഹനമാ ഗത്സമന എന്ന സ്ഥലത്ത് യേശു കർത്താവ് ഏറ്റത്. എന്ത് വലിയ സഹനം! ഒഴുകിയ വിയർപ്പ് തുള്ളികൾ തീർന്നിട്ട് ഇതാ വിയർപ്പ് തുള്ളികളുടെ സ്ഥാനത്ത് രക്തത്തുള്ളികൾ നിലംപതിക്കുന്ന ഒരു പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. രക്തത്തുള്ളികൾ നിലംപതിച്ച് കവിണ്ണു വീടുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഗത്സമനയിൽ കാണാം. ഇന്ന് പകൽക്കാലം ഈ കൺവെൻഷനിൽ ഇരിക്കുന്ന, ഈ 17ാമത്തെ ഓൺലൈൻ കൺവെൻഷനിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണം ഉണ്ടെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ധ്യാനിക്കാൻ പറയുമ്പോൾ, ഒന്നാമത് നമ്മുടെ അകത്തളത്തിൽ കേറുന്നത് പൂർണ്ണ സമർപ്പണമുള്ള ഒരു പ്രാർത്ഥനയുടെ നിലവാരങ്ങളാ വേണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ സമർപ്പണത്തോടെ ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്. അവന് കുനിയാവുന്നതിന്റെ പരമാവധി കുനിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, കുനിയാവുന്നവന്റെ പരമാവധി കുനിഞ്ഞ് വളരെ സമർപ്പണത്തോടെയുള്ള യേശുവിന്റെ പ്രാർത്ഥനയുടെ സ്ഥലം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് നമുക്കറിയാം, രണ്ടാമത്തെ സ്ഥലത്തിന്റെ പേരാണ് ഗബദ. പ്രൈസ് ദി ലോർഡ്. ഗബദ എന്ന സ്ഥലം യേശു കർത്താവിനെ പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുചെന്ന് ഒരുപാട് ചോദ്യം ചെയ്യൽപ്പെടുകൾ നമുക്കെല്ലാവർക്കും അറിയാം. ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് പലപ്പോഴും മറുപടി പറയാൻ കഴിയാതെ നാം നിസ്സഹായപ്പെട്ടു നിൽക്കുമ്പോൾ ഇതൊരു ചോദ്യമല്ല, തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തന്നെ നിരന്തരമായി ചോദ്യം ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. തന്നെ നിരന്തരമായി ചോദ്യം ചെയ്യുകയാ. അവിടം കൊണ്ട് തീരാതെ, ഈ ചോദ്യം ചെയ്യലിന് കൊണ്ട് അവസാനിപ്പിക്കാതെ തന്റെ തലയിലേക്ക് മുൾക്കിരീടം, ഹല്ലേലൂയ, തന്റെ തലയിലേക്ക് മുൾക്കിരീടം ചാർത്തിക്കൊടുക്കുന്ന നിത്യരാജാവിന്റെ തലയിൽ മുൾക്കിരീടം. ചരിത്രകാരന്മാർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മുള്ളിന്റെ കിരീടം അവന്റെ തലയിലേക്ക് ആഴ്ത്തി വെച്ചപ്പോൾ അതിന്റെ മുള്ളുകൾ തന്റെ കണ്ണിലൂടെ തുളച്ച് കൃഷ്ണമണികളെ പുറം തള്ളിക്കൊണ്ട് പുറത്തു വന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാൽവറിയിലെ യേശുവിന്റെ മരണത്തെ കുറിച്ച് നാം കേൾക്കുമ്പോൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം, യേശു കർത്താവ് തകർക്കപ്പെട്ട ഒരു സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തകർക്കപ്പെട്ട ഉഴവുചാല് പോലെ, പ്രൈസ് ദി ലോർഡ്, ഉഴവുചാല് പോലെ അവന്റെ പുറം കീറി മുറിച്ച സ്ഥലമാകത. ഇനിയും ഒഴുകുവാൻ രക്തമില്ല. ഇനി ഒഴുകുവാൻ ഒന്നുമില്ല. ഇനി അടികൊള്ളാൻ സ്ഥലമില്ല. ഇനി കുത്തുവാക്കുകൾ കേൾക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ഗബദ എന്ന ഒരു അനുഭവത്തിലേക്ക് എന്റെ യേശു കർത്താവ് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാ. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിച്ച യേശുവേ, നിനക്കെന്താ ഇത്ര വലിയ പ്രതികൂലം? എന്തിനാ ഇത്ര വലിയ തകർച്ച? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥിച്ചിട്ടും തകർച്ചയുടെ അനുഭവങ്ങളാ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ആ സാഹചര്യം എന്തിനെന്നറിയാമോ? തിരുവെഴുത്തു
നിവർത്തിയാകേണ്ടതിന് സംഭവിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും പ്രതികൂലങ്ങളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ഞാനിതൊന്നും പ്രസംഗിക്കണമെന്ന് ചിന്തിച്ചതല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിച്ചിട്ടും തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, ഇത് തിരുവെഴുത്തു നിവർത്തിയാകുവാൻ, അവന് നിന്നെ കുറിച്ചുള്ള പദ്ധതി നിവർത്തിയാകുവാൻ, അവന്റെ മനസ്സിലെ നിന്നെ കുറിച്ചുള്ള നിർണയം നിവർത്തിയാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് നിന്നെ കുറിച്ചുള്ള നിർണയം നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടേണ്ട, നിർണയം നിവർത്തിക്കപ്പെടുവാൻ സമയമായിരിക്കുകയാ. നിർണയം നിവർത്തിക്കപ്പെടുന്ന ഒരു പകലായി മാറുകയാ. ഒന്നാമത് ഞാൻ പറഞ്ഞു, ക്രൂശു മരണം എന്നത് ഓർക്കുമ്പോൾ, കാൽവരി മരണമെന്ന് നീ ഓർക്കുമ്പോൾ, ഒന്നാമത് നിന്റെ ഉള്ളറയിൽ വരേണ്ട വേർഡ് ഗത്സമന, പ്രാർത്ഥനയുടെ ഒരു അനുഭവം. രണ്ടാമത് നിന്റെ ഉള്ളറയിൽ വരേണ്ട വേർഡ് ഗബദ, തകർക്കപ്പെട്ട ഒരു യേശുവിനെ, എനിക്ക് വേണ്ടി ഉഴവ് ചാല് പോലെ കീറിയ ഒരു യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. ഗബദ ഓർക്കണം. മൂന്നാമത് പറയുന്നു, മൂന്നാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാൽവറി മരണം എന്ന വാക്കുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ട പദം ഗോൽഗോത്ത. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോൽഗോത്ത എന്താ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരോടും ചോദിച്ചാൽ പറയും, യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രൂശിലേറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ ഞാൻ ദൈവവിശ്വാസികളോട്, ദൈവമക്കളോട് പറയാം, അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലമല്ല ഗോൽഗോഥ, മറിച്ച് ഞാൻ ജയശാലിയായ സ്ഥലമാ. എന്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടി ജയം ഘോഷിച്ച സ്ഥലമാ ഗോൽഗോഥ. Praise the Lord. Hallelujah. ഞാൻ ശക്തമായി പറയാം, നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറട്ടെ. ഇന്ന് ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം, ക്രൂശിലെ മരണമെന്ന് പറഞ്ഞപ്പോൾ പലരുടെയും ഹൃദയത്തിൽ കയറി വന്നത് ഗത്സമനയാവാം, പലരുടെയും ഹൃദയത്തിൽ കയറി വന്നത് ഗബദ മാത്രമാകാം. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഹൃദയത്തിൽ കയറി വരുന്ന വാക്ക് ഗോൽഗോത്തയാണ്. എന്നാൽ ഇതല്ല കുഞ്ഞെ, ഗോൽഗോത്ത എന്നത് അവൻ എന്നെ ഉയർത്തിയ സ്ഥലമാ. അത് അവന്റെ അവസാനമല്ലായിരുന്നു. അവൻ ജയശാലിയായി പാപങ്ങളിൽ നിന്നും ചിലരെ രക്ഷിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും ചിലരെ ഉയർപ്പിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും ചിലരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കടന്നുപോയ സ്ഥലമാ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. മറന്നു പോകരുത്. ഗത്സമന, ഗബഥ, ഗോൽഗോഥ, പ്രാർത്ഥനാ സ്ഥലം, തകർക്കപ്പെട്ട സ്ഥലം. മൂന്നാമത് പറയുന്നു ഉയർത്തപ്പെട്ട സ്ഥലം. ഇത് മൂന്നും ചേർത്തിട്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും തകരപ്പെട്ട ഏതെങ്കിലും മണ്ഡലത്തിൽ നിൽക്കുന്നെങ്കിൽ മൂന്നാമതൊരു സന്ദേശം കൈമാറുകയാ. തകരപ്പെട്ട മണ്ഡലത്തിൽ നീ ഉയർത്തപ്പെടുന്ന ഒരു പകലായി മാറുകയാ. കാൽവരി മരണം എന്ന വാക്ക് മകളെ നിന്റെ തകർച്ചകളെ മാറ്റിയിട്ട് ഉയർത്തപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ ഉയർത്തപ്പെടുന്ന ഒരു അനുഭവം. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാ പറയുന്നത്? നമുക്ക് വേണ്ടി മറുവിലയാകേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ മറുവിലയായ സാഹചര്യമാണ് കാൽവരി മരണം. പ്രൈസ് ദി ലോർഡ്. മറുവില എന്ന വാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. എന്റെ വിലയ്ക്ക് വേണ്ടി, എന്റെ വിലയ്ക്ക് പകരമായിട്ട് ഒരുവൻ വില കൊടുക്കുന്നതിനെയാ മറുവില, മറ്റൊന്ന് കൊടുക്കുന്നതിനെയാ മറുവില. അങ്ങനെ എനിക്ക് വേണ്ടി മറുവിലയായി, ആ എനിക്ക് വേണ്ടി മറുവിലയായി എന്ന പദം ഉപയോഗിക്കുമ്പോൾ അവിടെ ഞാൻ എന്നെയും ഒരുക്കണം. എനിക്കും ഒരു കാൽവരിയുണ്ട്, എന്റെ ജീവിതത്തിലും ഒരു ഗബഥയുണ്ട്, എന്റെ ജീവിതത്തിലും ഒരു ഗത്സമനയുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ തീത്തോസ് വ്യക്തമായ ഒരു നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടതും എന്റെ ഹൃദയത്തിൽ പലപ്പോഴും സന്തോഷം ഉളവാക്കി തന്ന ഒരു വാചകം അവിടെ എഴുതിയിട്ടുണ്ട്. തീത്തോസ് 1-2-ാം അധ്യായം 11-ാം വാക്യം അതിങ്ങനെ എഴുതിക്കട്ടെ: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യർക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, സകല മനുഷ്യർക്കും വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുവാൻ മനസ്സുള്ള ഏത് മനുഷ്യരുണ്ട്? എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ നമ്മുടെ സ്വന്തം പുത്രന് വേണ്ടി നമ്മൾ മറുവില കൊടുത്തേക്കാം, അല്ലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മറുവില കൊടുത്തേക്കാം, നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വേണ്ടി കൊടുത്തേക്കാം. പക്ഷെ തീത്തോസ് എഴുതിയിരിക്കുന്ന വാക്ക് ഞാനിങ്ങനെ വളരെ സന്തോഷിക്കുന്നുണ്ട് ആ വാക്ക് കേൾക്കുമ്പോൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. എവിടെ ഉദിച്ചു? ഞാനിങ്ങനെ പറയും, കാൽവറിയിൽ അത് ഉദിച്ചു. കാൽവറിയിൽ അത് ജയഘോഷം കൊണ്ടതുകൊണ്ട് എനിക്കും അത് രക്ഷാ കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്കും അത് രക്ഷാ കാരണമായി തീരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ പറയാം, യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ ഇപ്പോൾ ഇതാ കാൽവറി എന്ന ഗത്സമനയില ഗോൽഗോത്ത എന്ന ആ ക്രൂശിനകത്തോളം എത്തപ്പെട്ടിട്ട് അവിടം കൊണ്ട് അവസാനിക്കുകയല്ല. രക്ഷ തന്നിട്ട് പറയുകയാ, രക്ഷ നമ്മളിലേക്ക് കൈമാറിയിട്ട് രക്ഷയുടെ സന്തോഷം നമുക്ക് തിരികെ തന്നിട്ട് നമ്മുടെ രക്ഷയെ പൂർത്തീകരിച്ചിട്ട് മരണമെന്ന പാതാള പാശത്തെ അഴിച്ചു കളഞ്ഞിട്ട് പാപമെന്ന വലിയ വെല്ലുവിളിയെ നമ്മളിൽ നിന്നും നീക്കിക്കളഞ്ഞിട്ട് ഒരുവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയപ്പോൾ രഹസ്യമായ ഒരു സന്ദേശം അവൻ കൈമാറുകയാ. തീത്തോസ് പറഞ്ഞു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അതേ കൃപയിലാ ഈ 2023 ഈ മാർച്ച് മാസം അവസാന നിമിഷം വരെയും അതേ കൃപയിൽ നമ്മൾ നിലനിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അതേ സന്തോഷത്തിൽ നമ്മൾ നിലനിൽക്കുകയാ. ആ കൃപ, ആ യുഗത്തിന് ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, യേശുവിന്റെ ഉയർപ്പിന് ശേഷം, അതായത് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ രഹസ്യമായി വരുന്ന ഒരു വരവുണ്ട്. പ്രൈസ് ദി ലോർഡ്. രഹസ്യമായി വരുന്ന വരവിന്റെ സമയത്തിന് ഇട്ട പേരാണെന്ന് ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു, ഇട്ട പേരാണ് കൃപായുഗം. എന്തുകൊണ്ടാണ് ഈ യുഗത്തിനൊരു കൃപായുഗം എന്ന് പേരിടാൻ കാരണം? യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള യുഗത്തിന്റെ പേര് ന്യായപ്രമാണ യുഗമെന്ന. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണ യുഗം എന്ന് പേരിടാൻ കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ആ ദിവസം വരെയും ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണം അംഗീകരിച്ച് ആചരിച്ചു നടക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളായിരുന്നു. പക്ഷേ കാൽവറി മരണത്തോടുകൂടെ ആ ന്യായപ്രമാണത്തെ യേശു കർത്താവ് അവസാനിപ്പിച്ചിട്ട് പറയുകയാ, ഇനിയൊരു പ്രമാണവുമില്ല. എന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്കെല്ലാം കൃപയിലേക്ക് പ്രവേശിക്കാം. എന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്കെല്ലാം രക്ഷയിലേക്ക് പ്രവേശിക്കാം. എന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്കെല്ലാം നീതിയിലേക്ക് പ്രവേശിക്കാം. ആ യുഗത്തിന് ലോകം കൊടുത്ത പേരാ കൃപ. കൃപ എന്നാൽ അർഹിക്കാതെ കിട്ടുന്ന ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യർക്ക് വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ ആ സകല മനുഷ്യർക്കും കിട്ടിയ ദാനത്തിന്റെ പേരാ കൃപ. ഈ കൃപയിൽ ആ ദാനം പ്രാപിക്കുന്നവരെ ചേർക്കുവാൻ, ഈ കൃപാ കാലഘട്ടത്തിൽ ആ ദാനം പ്രാപിക്കുന്നവരെ ചേർക്കുവാൻ രഹസ്യമായി എന്റെ അരുമ മണവാളൻ വരും.
പ്രൈസ് ദി ലോർഡ്. രഹസ്യമായ എന്റെ അരുമ മണവാളൻ വരും. ആ വരവിൽ തിരുവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച, അവന്റെ രക്തത്താൽ കൃപ പ്രാപിച്ച നിർമ്മല കന്യകയായ സഭയെ ചേർത്തുകൊണ്ട് അവൻ പോകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാളെ ഈ കൃപായുഗം അവസാനിക്കാം. ചിലപ്പോൾ ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കൃപായുഗം അവസാനിക്കാം, ഈ കൃപയുടെ കാലഘട്ടം അവസാനിക്കാം. ഈ ജനറൽ കൺവെൻഷനിൽ, ഈ ജനറൽ ഓൺലൈൻ കൺവെൻഷനിൽ ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ സഭകളെയും നിങ്ങളുടെ ദേശത്തെയും യേശുവിന്റെ രഹസ്യ പ്രത്യക്ഷതയിൽ ആ സഭ എന്ന പേരിലേക്ക് ചേർക്കപ്പെടുവാൻ, സഭ എന്ന പദവിയിലേക്ക് ചേർക്കപ്പെടുവാൻ, ഈ കൃപായുഗത്തിൽ ആ രക്ഷയുടെ കൃപ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഈ മീറ്റിംഗിലൂടെ കരങ്ങളിൽ എടുക്കട്ടെ. ഈ മീറ്റിംഗിലൂടെ അനേകർ മാനസാന്തരപ്പെടട്ടെ. ഈ രക്ഷ, ഈ കൃപായുഗത്തിൽ ദൈവിക രക്ഷ പ്രാപിച്ച് അരുമ മണവാളനോട് ചേരുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും പാടുന്ന പാട്ടാ, പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാക്കളെ പോലെ പറന്നിടുക. പായുടെ പ്രാസം ഉപയോഗിച്ച് പാട്ടുകാരൻ എഴുതിയതല്ല. നമ്മൾ അക്ഷരിക മണ്ഡലത്തിൽ നോക്കിയ പ്രാക്കളെ പോലെ പറന്നൊരു അതൊന്നും അല്ല. അരുമ മണവാളനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പാട്ടുകാരൻ എഴുതിയേക്കുന്ന ഇങ്ങനെയാ, പ്രാവിനെ ഞാൻ ഉപമിക്കുന്നതിനൊരു കാരണമുണ്ട്. പ്രാവിനൊരു സ്വഭാവമുണ്ട്, അവന് പ്രത്യേകതയുണ്ട്. അഴുക്കിനകത്തെങ്ങും പോകാത്ത, അശുദ്ധിയൊന്നും പറ്റാത്ത, കൃപയോട് കൂടെ നിൽക്കുന്ന ഒരു പ്രാവായി ഈ കൃപായുഗത്തിൽ ഒന്ന് മാറിയാൽ, അരുമ മണവാളൻ വിളിക്കുമ്പോൾ, അരുമ മണവാളന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ, കൃപായുഗത്തിന്റെ അവസാനത്തിങ്കൽ ലേഖനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവനൊരു കാഹളം മുഴക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിനെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിലെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട് മക്കളെ. അന്ന് തന്നെ പ്രൈസ് ദി ലോർഡ്, ഞാൻ ശക്തമായി പറയുന്നു, ചിലരെ ആത്മാവ് ശക്തമായി ആഹ്വാനം ചെയ്യുകയാ. ഈ നാദം കേൾക്കണമെങ്കിൽ, ഈ ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കൃപായുഗത്തിൽ കാൽവറിയെ ധ്യാനിച്ചുകൊണ്ട്, കൃപ ഏറ്റെടുത്തുകൊണ്ട് സകല മനുഷ്യർക്കും ലഭിക്കുമെന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിലും ലഭിക്കുമെന്ന പ്രത്യാശയോടെ. ഹല്ലേലൂയ. ശക്തമായി ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ആ പ്രത്യാശയെ നീ മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. കാൽവറി മുതൽ രഹസ്യ പ്രത്യക്ഷത വരെ, കാൽവറി മരണം മുതൽ അങ്ങോട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാ, പോയതിങ്ങനെ ഞാൻ പോയതുപോലെ തിരികെ വരും. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു വേർഷനൂടെ പലപ്പോഴും എന്റെ സഭയിൽ ചേർത്ത് പറയണം, പോയതുപോലെ അല്ല, പോയതിനേക്കാളിലും വേഗത്തിൽ. ഞാൻ ഇങ്ങനെ പറയും, നമുക്കറിയാമല്ലോ അക്ഷരികമ, ഞാൻ അതുകൊണ്ട് ചിന്തിപ്പിച്ചിട്ട് എന്റെ സന്ദേശം അവസാനിക്കാൻ. മേളോട്ട് കയറാൻ ഭയങ്കര പാടാണ്, പക്ഷെ താഴോട്ടിറങ്ങാൻ വലിയ പാടൊന്നും ഇല്ല. നമുക്കറിയാം, നമ്മൾ അക്ഷരികമായി ജീവിക്കുന്നവരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാ. മേളോട്ട് പോയതിനേക്കാളിലും വേഗത്തിൽ താഴോട്ട് വരാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അവന്റെ രഹസ്യ പ്രത്യക്ഷത എന്നാണെന്ന് അറിയത്തില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കൃപായുഗം ഇപ്പം അവസാനിച്ചാൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, രക്ഷ പ്രാപിച്ചാൽ അവനോടൊപ്പം വാഴാം. ആ കൃപായുഗത്തിൽ അവനോടൊപ്പം വാഴാൻ തക്കവണ്ണ ഈ രക്ഷ പ്രാപിക്കുവാൻ ഈ ഓൺലൈൻ കൺവെൻഷന്റെ 17ാമത് ഓൺലൈൻ കൺവെൻഷന്റെ ഈ 2ാമത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവാത്മാവ് ഈ വചനത്താൽ വചനം നിവർത്തിയാകേണ്ടതിന്, തിരുവചനം നിവർത്തി
നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവന്റെ കാൽവറി മരണം നിവർത്തിയായി. അവന്റെ മഹത്വ പ്രത്യക്ഷതയിലും തിരുവചനം നിവർത്തിയാകും. അവന്റെ രഹസ്യ പ്രത്യക്ഷതയിലും തിരുവചനം നിവർത്തിയാകും. ഈ പകൽക്കാലം നമുക്കതിനെ ധ്യാനിക്കാം. നമുക്ക് ഗോൽഗോഥയൊന്ന് ധ്യാനിക്കാം. നമുക്ക് ഗെത്സമനെയൊന്ന് ധ്യാനിക്കാം. നമുക്ക് ഗബഥയൊന്ന് ധ്യാനിക്കാം. അതിലുപരിയായി സകല മനുഷ്യർക്കും വേണ്ടി ഉദിച്ച ആ ദൈവ കൃപയെ ധ്യാനിച്ച് അരുമ മണവാളൻ ചേർക്കാൻ വരുമെന്ന വളരെ പ്രത്യാശയോടെ ആയിരിക്കാൻ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലെ എല്ലാ ദൈവമക്കളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശത്തെ ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വിശേഷാൽ അനുഗ്രഹീത കർത്താവിന്റെ ദാസി റോസിലിൻ സുരേഷിനോടുള്ള പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. Praise the Lord. Hallelujah.